വിറക് വെട്ടാൻ പോലാണ് ഇന്നത്തെ പരിപാടി. ആദ്യമായിട്ട് കാട്ടിനുള്ളിൽ വെച്ച് വ്ളോഗ് ചെയ്യാൻ നല്ല കുടുംബക്കാർ, പ്രോത്സാഹനമൊന്നുമില്ല, കളിയാക്കൽ മാത്രം. അച്ഛൻ അങ്ങനെ ചെയ്തിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടു. ഹായ്, ഇന്ന് വീടെത്തി തന്നെ. എന്താ ഇത്? വെൽക്കം. ഹലോ ഗൈസ്, ഇന്ന് കമ്പനി ഓഫ് ആയതുകൊണ്ട് വീട്ടിലെന്താ പരിപാടി എന്നറിയോ? വെറുതെ ഇരിക്കലല്ല, ഇന്ന് വിറക് വെട്ടാൻ പോലാണ് ഇന്നത്തെ പരിപാടി. അറിയോ, നിങ്ങൾക്ക് ആർക്കും അത്ര പരിചയം ഉണ്ടാവില്ല, പലർക്കും അത്ര പരിചയം ഉണ്ടാവില്ല ഈ വിറക് വെട്ടാൻ പോലും പറഞ്ഞാൽ. എല്ലാവരും ഗ്യാസിലും വേറെ എങ്ങനെയൊക്കെയല്ലേ കുക്ക് ചെയ്യുക. ഞങ്ങൾ പൊതുവേ യൂസ് ചെയ്യുന്നത് ഈ വിറക് ഉപയോഗിച്ചിട്ടാണ്. ഗ്യാസ് ഉണ്ട്, ഇവിടുത്തെ എല്ലാവരുടെ വീട്ടിലും ഗ്യാസ് ഉണ്ടാവും. എന്നാലും ചിലവ് കുറയ്ക്കാൻ വേണ്ടി എല്ലാവരും വിറകെടുക്കാൻ പോകും. ഇവിടെ വലിയൊരു കാടുണ്ട്. അപ്പോൾ ആ കാടിൽ നിന്ന് അവിടുത്തെ വിറകൊക്കെ വെട്ടാണ്. അവിടുത്തെ ബാക്കി വിറകൊക്കെ നമ്മൾക്ക് എടുക്കാം, അവരുടെ പെർമിഷനോട് കൂടി തന്നെ. അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ വിറകെടുക്കാൻ പോകുമ്പോൾ വെറുതെ പോകാൻ പാടില്ല. എന്താണെന്നറിയോ, അങ്ങനത്തെ ഒരു സാധനം എന്തെങ്കിലും വേണം. വേണ്ട, ഇത് ബെഡ്ഷീറ്റ് അവിടെ പോയി കിടന്നുറങ്ങാനൊന്നുമല്ല. ഇത് നമ്മൾ തെരുക്കിയ ഉപയോഗിക്കും. തെരുക്കുക പറഞ്ഞാൽ ഇപ്പോൾ വിറകെടുക്കുമ്പോൾ നമ്മൾ തലയിൽ വയ്ക്കില്ലേ, തലവേദനിക്കാണ്ടിരിക്കും. വിറകിൻ്റെയും തലിൻ്റെയും അടിയിൽ ഗ്യാപ്പിൽ വയ്ക്കും, അപ്പോൾ തലവേദനിക്കില്ല. ഓക്കെ, ഇങ്ങനെയാണ് ശരിക്കും വിറകെടുത്തിട്ട് പോവുക. നമ്മളിന്ന് ഇത്ര വിറക് എത്ര വേണമെങ്കിൽ എടുത്തിട്ട് പോവാം. മനസ്സിലായോ? നല്ല വിറകല്ലേ ഇത്. ആരും കണ്ട ചീത്ത പറയുന്നു അങ്ങനെയൊന്നുമില്ല. അവരുടെ പെർമിഷനോടുകൂടെ എത്ര വേണമെങ്കിലും ഇത്ര സൈസുള്ള സാധനം എടുത്തിട്ട് പോവാം, നോ പ്രോബ്ലം. ഇവിടുത്തെ വെട്ടി ഞാൻ കാട് പറഞ്ഞില്ലേ, കാട് ഞാൻ കാണിച്ചു തരാം. ഈ കൊടപ്പം കാണിച്ചു തരാം. ഇതാണ് ആ കാട്. ഒറ്റ ദിവസം കൊണ്ട് മാക്സിമം വിറക് വന്നെടുക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, വേറെ ആൾക്കാർ വന്നെടുക്കും, നിറയെടുക്കും. ഇപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ലീവാണ്. എല്ലാവരും കൂടി പ്രയത്നിക്കുമ്പോൾ കുറച്ചും കൂടി വിറക് നിറയ്ക്കട്ടോ, മറ്റുള്ളവരുടെ കട്ടിങ് കൊടുക്കും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ കൊടുവൾ കൊണ്ടാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് നേരം കഴിഞ്ഞ് പറഞ്ഞാൽ അതിൻ്റെ ഏട്ടനവിടെ മറ്റേ ഇല്ലേ, എന്താ പറയുക, ഇതില്ലേ, മനസ്സിലായില്ലേ, മറ്റേ വെട്ടുന്നത് മരം മുറിക്കുന്ന മെഷീനില്ലേ, യമഹൻ്റെ എൻജിൻ വെച്ച് വെട്ടുന്നത്, അതുകൊണ്ട് വരും. അതുകൊണ്ട് വന്നിട്ടൊരു വെട്ടിയാൽ പിന്നെ നമുക്ക് കൊടുവാൾ കൊണ്ട് വെട്ടേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ കൊടുവാൾ കൊണ്ട് വെട്ടേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ എടുത്തിട്ട് പോലും മാത്രമേ നമ്മുടെ പണിയുള്ളൂ. ഓക്കെ, കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം. ചേച്ചിച്ചിരിക്കുന്നു. ആദ്യമായിട്ട് കാട്ടിനുള്ളിൽ വെച്ച് വ്ളോഗ് ചെയ്യാൻ, കാട് മരമെടുക്കണത്. ശരി, എന്നാൽ കുറച്ചുണ്ട്, പണിയുണ്ട്. പോരാ പറയും. വീഡിയോ കട്ടൊക്കെ കഴിഞ്ഞ് താഴെ ഇടും. നല്ല കുടുംബക്കാർ, പ്രോത്സാഹനമൊന്നുമില്ല, കളിയാക്കൽ മാത്രം. ഇന്നത്തെ ഒരു ബ്ലെസ്സിങ് പറഞ്ഞാൽ ഒറ്റ കാര്യം, ഇന്നത്തെ ഈ വെതറില്ലേ, വെതർ അത് നല്ല അനുകൂലമാണ് നമുക്ക്. കാരണം ഇന്ന് വെയിലില്ല, എന്നാൽ മഴയുമില്ല, നല്ല തണുപ്പ്. പാലക്കാട് ഇങ്ങനത്തെ വെതർ കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. ഒന്നില്ലെങ്കിൽ ഫുൾ ചൂട് പറഞ്ഞാൽ സാധാ ചൂടല്ല, മുട്ട വേകും. അതായത് കോഴിമുട്ട വേകും, അമ്മാരി ചൂട്. കോഴിമുട്ട വെറുതെ വെച്ചാൽ വേകും, അത്രയും ചൂടുണ്ടാവും. പക്ഷെ ഇന്ന് അങ്ങനെയില്ല. എന്താണ് അപ്പോൾ പാവം. കുറച്ച് കഴിഞ്ഞ് ഞാൻ വീഡിയോ കെട്ടാം, കാരണം നമ്മുടെ നാട്ടുകാരുണ്ട്. ബിക്കോസ് ഞാനൊരു ഇൻട്രോവേർട്ടാണ് നാട്ടിൽ, ശരിക്കും ഇൻട്രോവേർട്ടാണ് ഞാൻ. ഭയങ്കര സൈലൻ്റാണെന്ന് അതിൻ്റെയൊക്കെ വിചാരം. ശരിക്കും സൈലൻ്റാണ്. ഇനി കുറച്ച് നേരം കൊണയടി നിർത്തട്ടെ, ഈ വിറക് കൊണ്ട് ഇട്ടില്ലെങ്കിൽ സീനാണ് ഗൈസ്. ഈ വെട്ടിയ കാടില്ലേ, കാട്ടിന് വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ, പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് പണ്ട് ഫോണൊന്നും ഇല്ലല്ലോ,
ഫോണില്ലാത്തതുകൊണ്ട് ഇതിനുള്ളിൽ കാട്ടിനുള്ളിൽ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ മരങ്ങളിൻ്റെ സൈഡൊക്കെയാണ് ഞങ്ങൾ കളിക്കുക. അതായത് കോലെറുമ്പ് പറഞ്ഞിട്ടൊരു കളിയുണ്ട്. അത് പല ആൾക്കാർക്കും അറിയൊന്നുമില്ല. പാലക്കാട്ടിലെ കുറച്ച് ആൾക്കാർക്ക് അറിയാം കോലെറുമ്പ് പറഞ്ഞാൽ എന്താ കളിയുണ്ട്. അങ്ങനെയുള്ള കളിയൊക്കെ മരം ഉണ്ടെങ്കിൽ മാത്രം കളിക്കാൻ പറ്റുള്ളൂ. കളി അങ്ങനെയുള്ള കളിയൊക്കെ കളിച്ച സ്ഥലമാണിത്. മനസ്സിലായ? നമ്മുടെ കാട്ടിൻ്റെ ചരിത്രം പറഞ്ഞു കൊടുക്കണ നാണം കെട്ടവർ ഇതിനാണ്ട് കാട് ഉപയോഗിക്കണം ചോദിക്കും. ഈ വെട്ടിയ കാടില്ലേ, അതിന് കുറേ പ്രത്യേകതകളുണ്ട്. പ്രത്യേകതയല്ല, ഒരു ജനറേഷൻ്റെ ഒരു ജനറേഷനല്ല 2 ജനറേഷൻ്റെ കഥ പറയാനുണ്ട് ഈ കാടിന്. കാരണം 80s പാതിയും 90s മൊത്തവും 2K കിഡ് ഞങ്ങൾക്കിതിൽ ബന്ധമില്ല, അത്ര ബന്ധമില്ല. ഉണ്ട് 2K കിഡിന് കുറച്ച് ബന്ധമുണ്ട് കേട്ടോ. ഈ ഒരു 2010 വരെ ഈ കാട് 2014 വരെ ഈ കാട് അടിപൊളിയായിരുന്നു. അതുവരെയും കാരണം ഈ ഞങ്ങളുടെ പഞ്ചായത്തിൽ മൊത്തം ആൾക്കാരിൻ്റെ അതൊന്നും ഫുള്ളായി പറഞ്ഞു തരില്ല. കുറച്ച് പപ്പി ഷെയിമായ കഥകളും അതുകൊണ്ട്. പിന്നെ കുറേ ആൾക്കാർ വീട്ടിൽ മദ്യപിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ മദ്യപിക്കാൻ പറ്റുന്ന ശ്രേഷ്ഠ സ്ഥലമാണ് ഇത്. ഇവിടെ വന്ന ആർക്കും വേണമെങ്കിൽ മദ്യപിക്കാം. കാരണം അത്രയും തിക്കാടാണ്. പിന്നെന്താ പറയുക, ഈ കാട്ടിനുള്ളിൽ എന്തൊക്കെയുണ്ട് ചോദിച്ചാൽ പുലി, കടുവ, സിംഹം, ആന അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. ഈ പന്നി, ഉള്ളം പന്നി, പിന്നെന്താണ്, പിന്നെന്തോ ഒരു സാധനമുണ്ട്. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. കുറച്ച് ഡേഞ്ചർ. പിന്നെ പാമ്പുകൾ പിന്നെ പറയണ്ട. പാമ്പുകളുടെ ശല്യം വളരെ കൂടുതലാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഈ കാട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. മുഴുവൻ കാട് വെട്ടിയിട്ടില്ല, കുറച്ച് ബാക്കിയുണ്ട്. ആ കാട്ടിനുള്ളിൽ കൂടെ പോയാൽ ശരിക്കും ഈ കാട്ടിൻ്റെ രൂപം എന്തെന്ന് കാണാൻ പറ്റും. കുറച്ചുണ്ട് കാണിച്ചു തരാം. അപ്പോൾ കാണിച്ചു തന്നാൽ പണി ചെയ്യില്ല പറഞ്ഞിട്ട് അതിന് വേറെ കേൾക്കും. മനസ്സിലായ? തുമ്പാൻ വരുന്നു. സക്സസ്ഫുള്ളി തുമ്പിക്കൈ. ഇവിടെ പയ്യാനി പാമ്പുകൾ നിറയുണ്ടാവും. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പാമ്പ് കുത്തി ചാകുന്നൊരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വിചാരിച്ച കാര്യം നടക്കാണ്ട് ചത്തുപോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞത് ജോലിയൊന്നുമില്ല, ജോലിയായിട്ട് ചാവാന്നാ പറഞ്ഞു. ഉള്ളിൽ നിറയെ പുളിമരമുണ്ട്. പുളിമരമില്ലേ, പുളി സീസണെ പുളി വലിക്കാൻ പോകും. അത് കാട്ടിൻ്റെ ഓണർ കണ്ട നമ്മുടെ ചുക്കാമണി എടുത്ത് ഗ്രില്ല് ചെയ്യും. അത് വേറെ വിഷയം. നമ്മൾ കാണാണ്ടെല്ലാം വലിക്കും. അങ്ങനെ അയ്യോ അതെടുക്കല്ല, അത് കടിക്കാണ്. എടുക്കടാ, വീടിന് അറിയില്ലടാ എനിക്ക്. അത് കളിക്കാണ്. കണ്ട, അത് കടിച്ചു വലിക്കാണ്. തെരിക്കാണ്. താട്ടാ പെണ്ണെ ഞാൻ തരില്ല, കടിച്ച് കീറിക്കാണത്. മതിയാ? ഉറപ്പാണ്? പോവോ? വെട്ടൽ കൂടിയിട്ട് ഗൈസ്. കൊടുവാളിൻ്റെ വായ് പോയി. ഈ കൊടുവാളം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ കൊണ്ട് മാത്രം പറ്റുള്ളൂ. ഇനി ഈ കൊടുവാളം കൊണ്ട് വേറെ ഉപകാരമില്ല. സെറ്റ്, ഒന്നും പറയാനില്ല. അച്ഛൻ അങ്ങനെ തിരിഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ തിരിഞ്ഞിട്ട് ഞാൻ അങ്ങനെ തിരിഞ്ഞിട്ടു. ഹായ്, ഇന്ന് വീടെത്തി തന്നെ.
ഉണ്ണി അങ്ങോട്ട് പോന്ന നിങ്ങൾ എങ്ങോട്ട് പോകും? ഭഗവാനി കൊടുവാള് കൊണ്ട് വെട്ടിയതാണ്. മരം വെട്ടൽ നിർത്തി. കാരണം കൊടുവാൾ കഥം, കൊടുവാളുടെ വായു പോയി. കൊടുവാൾ വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. കൊടുവാൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറഞ്ഞാൽ ഗോ മാത്രം പറ്റുള്ളൂ.